ഹലോ യുവേഴ്സ്, ഇന്നൊരു കഥ കേട്ടാലോ? ഒരു രാജാവിൻ്റെ കഥ കേട്ടാലോ? ആ രാജാവിൻ്റെ പേരാണ് അശോക ചക്രവർത്തി. അദ്ദേഹം മൗര്യ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു. മഹാനായ അശോകൻ എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. BC 132 മുതൽ BC 169 വരെയാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏകദേശം മുഴുവൻ ഭാഗവും ഇദ്ദേഹത്തിൻ്റെ അധീനതയിലായിരുന്നു. അനേകം യുദ്ധങ്ങൾ ചെയ്ത ഒരു ചക്രവർത്തിയായിരുന്നു അശോക ചക്രവർത്തി. യുദ്ധങ്ങൾ മാത്രമല്ല, വിജയവും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇറാൻ്റെയും അഫ്ഗാൻ്റെയും അതിർത്തി പ്രദേശങ്ങൾ വരെ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം വ്യാപിച്ചു കിടന്നിരുന്നു. എന്നിരുന്നാലും കേരളത്തിൽ എവിടെയും അദ്ദേഹത്തിന് ഭരണമില്ലായിരുന്നു. എന്നാലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായ ഒരു യുദ്ധമുണ്ടായിരുന്നു. അതാണ് കലിംഗ യുദ്ധം. കലിംഗ പ്രദേശം ഇന്നത്തെ ഒഡീഷയാണ്. ഈ പ്രദേശം അദ്ദേഹത്തിൻ്റെ പിതാവ് ചന്ദ്രഗുപ്ത മൗര്യൻ ഉൾപ്പെടെ ആർക്കും പിടിച്ചെടുക്കാനായിരുന്നില്ല. യുദ്ധം അദ്ദേഹം ജയിച്ചെങ്കിലും യുദ്ധത്തിലുണ്ടായ നാശനഷ്ടം വളരെ വലുതായിരുന്നു. ഇത് അദ്ദേഹത്തെ ബുദ്ധമതത്തിലേക്ക് മാറുവാൻ പ്രേരിപ്പിച്ചു. ഇത് പെട്ടെന്നുണ്ടായ മാറ്റമായിരുന്നില്ല. ഈ മാറ്റം BC 263 ആരംഭിച്ചു. ഇദ്ദേഹം പിന്നീട് ഏഷ്യയിലൊട്ടുക്ക് ബുദ്ധമതം പ്രചരിപ്പിച്ചു. രാഷ്ട്രീയ ഐക്യം സ്ഥാപിക്കാൻ ഉതകുന്ന സാംസ്കാരിക അടിത്തറ സ്ഥാപിക്കാൻ ബുദ്ധമതത്തിനാകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. കേട്ടോ, മനുഷ്യസ്നേഹിയായ ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നു. ഇന്ത്യ ചരിത്രത്തിലെ ചക്രവർത്തിമാരുടെ ചക്രവർത്തി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്.